കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. ഏതു നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്ന് ഉറപ്പായതോടെ ഇപ്പോൾ കാണുന്നത് ഒരു പരക്കം പാച്ചിലാണ്. കഴിഞ്ഞ 5 വർഷം കാണിക്കാത്ത ശുഷ്കാന്തിയും കരുതലുമാണ് ഇപ്പോൾ അവസാന നിമിഷം പുറത്തെടുക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള തീരുമാനം ഇതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്. ഇത്രയും കാലം ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയപ്പോഴൊന്നും വരാത്ത ഈ കാരുണ്യം വോട്ടെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉദിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. മറുഭാഗത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി 5 വിപ്ലവകരമായ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചതോടെ പിണറായി വിജയന്റെ അധികാര കസേരയ്ക്ക് വലിയ രീതിയിലുള്ള ഇളക്കം തട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് ഈ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചപ്പോൾ ഖജനാവ് കാലിയാണ്, ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് പരിഹസിച്ചവർ തന്നെയാണ് ഇപ്പോൾ വോട്ട് ലക്ഷ്യമിട്ട് കോടികൾ വാരിക്കോരി നൽകുന്നത് എന്നതും വിരോധാഭാസമാണ്. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ജനങ്ങളെ പണം നൽകി വശത്താക്കാം എന്നാണ് കരുതുന്നത്. പാർട്ടിക്കുള്ളിലെ സ്ഥിതിയും ഒട്ടും മെച്ചമേ അല്ല. കണ്ണൂർ, കോട്ടയം അഭിമാനിക്കുന്ന സ്ഥലങ്ങളിൽ പിണറായി വിജയൻ ഇന്ന് നിസ്സഹായനായിട്ട് മാറുകയാണ്. സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്നും അകലുന്നതും പുറത്തു പോകുന്നതും പിണറായിയുടെ ഏകാധിപത്യത്തോടുള്ള പ്രതിഷേധം കാരണം കൊണ്ട് മാത്രമാണ്. സ്വന്തം മരുമകനായ റിയാസിന് വേണ്ടി പാർട്ടിയിൽ കാണിച്ചു കൂട്ടുന്ന വഴിവിട്ട നീക്കങ്ങളും കോലാഹലങ്ങളും ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ പോലും ചൊടിപ്പിച്ചിരിക്കുന്നു. അവിടെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന അഹങ്കാരത്തിന് ജനം സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളുടെ മറുപടി നൽകി കഴിഞ്ഞു. ജനങ്ങൾ സർക്കാരിനെ ചവറ്റുകൊട്ടയിൽ എറിയാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് ഭരണകൂടം ഭയപ്പെടുന്നു. ഭരണഘടനയും നിയമങ്ങളും പണയപ്പെടുത്തിക്കൊണ്ട് അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പേടി ഒന്നുകൊണ്ട് മാത്രമാണ്. ശബരിമല വിഷയത്തിൽ പോലും വിശ്വാസികളെയും പുരോഗമനവാദികളെയും ഒരേപോലെ പറ്റിക്കാനുള്ള ഇരട്ടത്താപ്പായിരുന്നു സർക്കാർ പുറത്തെടുക്കുന്നത്. വിശ്വാസികളെ പിണക്കാതെ വോട്ട് നേടാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഒരു സമിതി രൂപീകരിക്കാൻ എന്നൊക്കെയുള്ള ഒരു ഒഴുക്കൻ മറുപടി നൽകുന്നത്. ഇത്രയൊക്കെ പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ആ PR വർക്കിന് വേണ്ടി മാത്രം 100 കോടി രൂപ ഖജനാവിൽ നിന്നും പൊടിക്കുന്നു എന്നത് സാധാരണക്കാരനോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സ്വന്തം മുഖം മിനുക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനം നൽകാൻ പോകുന്ന മറുപടി മുൻകൂട്ടി കാണുന്നത് ഒന്ന് നല്ലതാണ്. അവസാന നിമിഷം നൽകുന്ന ഈ ധനസഹായങ്ങൾ കൊണ്ടൊന്നും ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് ഈ സർക്കാർ വൈകാതെ തിരിച്ചറിയും.